സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ സെപ്റ്റംബർ മാസം മുതലുള്ള വിതരണ നടപടികൾ ആരംഭിക്കുകയാണ്. ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. 26.42 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്കും ഇതോടൊപ്പം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈകളിലേക്ക് സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് ആനുകൂല്യം എത്തിച്ചേരുക. സെപ്റ്റംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണത്തോടൊപ്പം തന്നെ രണ്ടാം ഘട്ടമായി ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, NSAP വിഭാഗത്തിൽപ്പെടുന്ന 8 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം, കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങളുടെ വിതരണം എന്നിവ ഉൾപ്പെടെ നടത്തുന്നതിലേക്കായി കൂടുതൽ വായ്പാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു. പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനും അനർഹർ പെൻഷൻ തട്ടിയെടുക്കുന്നുണ്ടോ എന്നത് മനസ്സിലാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന വാർഷിക മസ്റ്ററിംഗ് 2025 സെപ്റ്റംബർ 10 അവസാനിച്ചിരിക്കുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയ്ക്കും തനത് മാസത്തിലെ പെൻഷൻ തുകയ്ക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല. സ്ഥലത്തില്ലാത്ത ഗുണഭോക്താക്കൾ ഏതെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാലയളവിലെ പെൻഷൻ തുകയ്ക്കും കുടിശ്ശിക തുകയ്ക്കും ഇങ്ങനെയുള്ളവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ പെൻഷൻ തുകയിൽ 200 രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും നിലവിലെ പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന ആളുകൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും. സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും മസ്റ്ററിംഗിന്റെയും ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതലുള്ള പെൻഷൻ വിതരണം നടപ്പിലാക്കുക. സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും മസ്റ്ററിംഗിന്റെയും ഭാഗമായി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് നിലവിലെ പെൻഷൻ വർധനവിലേക്ക് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങാൻ കാരണമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.